ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഓണം വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തിരുവോണ ദിനത്തിൽ നമ്മളിത് ആദ്യം പൂക്കളത്തിൽ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടി അപ്പച്ചി എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പച്ചി മാത്രമല്ല കൂടെ ഞാനും ഉണ്ട് കേട്ടോ. വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് പണിയൊക്കെ തീർക്കണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ താമസിച്ചു പോയി. അങ്ങനെ പിന്നെ അത് എഴുന്നേറ്റപ്പോഴേക്കും താമസിച്ചു. അങ്ങനത്തെ ആദ്യം പൂക്കളം ഇടാനായിരുന്നു നോക്കിയത്. അപ്പൊ പൂക്കളത്തിന് ഏതാണ് ഡിസൈൻ എന്നുള്ളത് നമ്മളങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഫോണിൽ നോക്കി ഒരു പൂക്കളമൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പിച്ചിയാണെങ്കിൽ മഴയൊക്കെ വന്നാൽ എന്ത് ചെയ്യും, അത് കണ്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് അത് പൂക്കളത്തിന്റെ അളവൊക്കെ നോക്കി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മഴ വന്നാൽ ഈ ഷീറ്റ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചേട്ടനും വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരോടൊക്കെ ഇന്ന് കുറച്ച് നേരം സംസാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. പിന്നെ നമ്മളത് അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ അതേ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വേഗം പണി തീർക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇഡലി ഉണ്ടാക്കിയത്. ഇഡലി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആകുമല്ലോ, അതുകൊണ്ടാണ് ഇഡലി തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അത് വീട്ടിലായിരിക്കും മുതലേ അമ്മച്ചി ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഓണത്തിൻ്റെ അന്ന് രാവിലെ ഇഡലിയും സാമ്പാറും. അപ്പോൾ സാമ്പാറിൻ്റെ പണി തീർക്കാമല്ലോ, അതിനു വേണ്ടി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേ പൂക്കളത്തിൻ്റെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് തീർത്തിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാൻ വേണ്ടി. രാവിലെ തന്നെ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ കുറേശ്ശെയായിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ മാത്രമേ ആ മൂടൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ആ മൂടലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. അത്തക്കളത്തിനാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം പെർഫെക്ഷനൊക്കെ നോക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സമയപരിമിതി കൊണ്ടും പിന്നെ എനിക്ക് ഒത്തിരി ജോലി ബാക്കി കിടക്കുന്നത് കൊണ്ടും ഞാൻ ഒപ്പിച്ചൊരു അത്തക്കളമാണ് ഇട്ടുകൂട്ടിയത്. കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഈ പൂക്കളം ഇടാനൊക്കെ ഒത്തിരി സമയം തന്നെ എനിക്ക് വേണം. കാര്യം ഞങ്ങൾ തലേന്ന് തന്നെ എല്ലാ പരിപാടിയും ചെയ്തു തുടങ്ങും. പിന്നെ അതിനായിട്ട് ഒരുപാട് സമയം പോയാലും കുഴപ്പമില്ല, കാരണം അടുക്കളയിൽ ചെയ്യാൻ അമ്മച്ചി ഉണ്ടാകുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ നമ്മൾ ചെയ്താലല്ലേ എന്തെങ്കിലും ഉണ്ടാകുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സമയം അധികം കളയാനില്ല. എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ഈ പൂക്കളത്തിൽ സഹായിക്കാൻ അപ്പിച്ചി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ സഹായിക്കാൻ അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പരിധി ഉണ്ടല്ലോ, ആബുകുട്ടനും ഉണ്ടല്ലോ, അവനെയും നോക്കണമല്ലോ. അവനെയാണെങ്കിൽ പനിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അമ്മച്ചി അവൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞങ്ങളിത് ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട്. അപ്പം അത്ര നന്നായിട്ടൊന്നും ഇല്ലെന്നറിയാം, എങ്കിലും ഒരു പേരൊപ്പിക്കാനുണ്ട് ഒരു പൂക്കളം. അപ്പോൾ ഈ പൂക്കളത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചോറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് അടക്കാനൊക്കെ ഉള്ള പണി നോക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആബുകുട്ടിൻ്റെ കാര്യം കൂടെ വിട്ടു പോകരുതല്ലോ. അപ്പം അതുകൊണ്ട് അവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവനെ കുളിപ്പിക്കണം. അപ്പോൾ ആബുകുട്ടിനെ കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആബുകുട്ടിന്റെ പുത്തനെടുപ്പിട്ടുണ്ട് ആബുകുട്ടൻ ഇരിക്കണേ. അപ്പോൾ ആബുകുട്ടിന് ഒരു ചന്ദനം തൊട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ ഇപ്പൊ ഈ പനിയൊക്കെ അത് കാരണം മരുന്ന് കൊടുക്കുന്ന കാരണം അവന് മരുന്നാണെന്നുള്ള രീതിയിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാലും ഞാനത് അവനെ കൊണ്ടത് തൊടിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആബുകുട്ടൻ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ കരഞ്ഞോട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനോട് ടാറ്റ കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചെയ്യുന്നില്ല, കാരണം അവന് പനിയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആബുകുട്ടനാണെങ്കിൽ തിരുവോണ ദിവസമായിട്ട് നല്ല അലമ്പ് തന്നെയായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ കയ്യിൽ തന്നെ ഇരിപ്പായിരുന്നു. ആബുകുട്ടന്റെ കാര്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടെ കുളിച്ച് റെഡി ആകാന്ന് ഓർത്തോണ്ട് ഞാനും കൂടെ വേഗം കുളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് എന്റെ ഓണക്കടിയാണ് കേട്ടോ. അപ്പൊ ഞാനും ആബുകുട്ടനും കൂടെ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഡ്രസ്സ് കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഓണക്കോടി അതായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ഇടാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അതിൻ്റെ സിപ്പ് പോയി കിടക്കാൻ, പിന്നെ അത് ഇടാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതെടുത്തിട്ട് അപ്പോൾ ഓണ ദിവസം വരുമ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ വീട്ടിൽ നിൽക്കുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ നമുക്ക് കാണാറുണ്ടല്ലോ, അത്ര അങ്ങോട്ട് ഒരുങ്ങാറില്ല. പക്ഷെ ഓണ ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു കുളിർമ തോന്നുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് പായസത്തിൻ്റെ പരിപാടിയാണ് നോക്കാൻ പോയത്. അപ്പം നമ്മൾ 2 പായസം വെക്കുന്നുണ്ട്, പരിപ്പ് പായസവും വെക്കുന്നുണ്ട്, സേമിയ പായസവും വെക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിയൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ള അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പം അത് ഞാൻ റെഡിയാക്കി എടുക്കുവാണേ. പിന്നെ അവിയൽ ഞാൻ കുക്കറിലാണ് നോക്കിയത്. കാര്യം നമുക്ക് ഒരുപാട് നേരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാ കൂട്ടവും ആക്കണമല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കുക്കർ ഉപയോഗിക്കുക എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഞാനിങ്ങനെ കുക്കറിലിട്ടാണ് ചെയ്തെടുത്തിരിക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ അവിയലിൻ്റെ പരിപാടിയും കൂടെ തീർത്തെടുത്തിട്ടുണ്ടേ. പിന്നെ അച്ചാറിൻ്റെ പരിപാടിയായിരുന്നേ. അപ്പം അച്ചാർ നമ്മൾ ഇന്നലെ തന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പും പുരട്ടിയൊക്കെ വെച്ചതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു തട്ടിക്കുട്ടി അച്ചാറാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് പിന്നെ നമ്മൾ അപ്പോൾ കായൊക്കെ ചേർത്ത് ഞാനൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി തീർന്നു കേട്ടോ.
എന്നിട്ട് ഇത് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ. ഒപ്പം തന്നെ ഞാൻ ഇവിടെ ഓലനും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആളെണ്ണം കുറവായത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനവും ഇച്ചിരി ഇച്ചിരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒപ്പം തന്നെ ഞാൻ രസവും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഈസി പണികളെ ഞാൻ ആദ്യം എടുത്തേക്ക് മാറ്റിയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പരിപ്പ് പായസത്തിന്റെ പരിപാടിയൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിലോട്ടും കൂടെ ഒന്ന് കൈ എത്തിക്കുന്നുണ്ട്. പിന്നെ പായസത്തിന്റെ പരിപാടിയൊക്കെ പിന്നെ അടുപ്പയിലായത് കാരണം അങ്ങോട്ടൊന്ന് ചെന്ന് ഇടക്ക് നോക്കിയാൽ മതി. പിന്നെ അമ്മച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ കുറുക്ക് കാളനും കൂടെ ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇത് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇതെല്ലാം ഉണ്ടാക്കിയതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആണല്ലോ. പിന്നെ അതേ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓടിപ്പിടിച്ചാണെങ്കിൽ ഓണമല്ലേ എല്ലാ ഐറ്റവും ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ധൃതിക്ക് നിന്നാണ് എല്ലാം ചെയ്തത് കേട്ടോ. മധുര കിച്ചടിയും എരിശ്ശേരിയും ഒക്കെ ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ധൃതിക്ക് നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഐറ്റവും ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇത് എല്ലാം കൂടെ ഉപ്പ് തൊട്ട് പപ്പടം, പഴം, പായസം, ചോറ്, കറികളെല്ലാം ഉൾപ്പെടെ ഒരു 25 ഐറ്റം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനും മാത്രം ഐറ്റംസ് എന്തിനാ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ. ഓണത്തിനല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. പിന്നെ ഇതൊക്കെ ഒരു രസമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നു. പിന്നെ ഇത് വീഡിയോക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ എന്നെ അറിയാവുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഓണത്തിന് എല്ലാ പ്രാവശ്യവും തന്നെ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുള്ളതെന്ന് ഞങ്ങളെ അറിയുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം കേട്ടോ. അപ്പൊ വെച്ചപാട് ഇത് ആബുക്കുട്ടൻ വലിയാണ് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെയുണ്ട് ഐറ്റം എന്ന് ചോദിച്ചാൽ ചോറ്, പപ്പടം, പഴം, പായസം 2 ഐറ്റം ഉണ്ട് കേട്ടോ. പരിപ്പ് പായസം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സേമിയ പായസം ഉണ്ട്, പിന്നെ ഉപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ഇതിൽ കൂട്ടുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ 25 പറഞ്ഞത്. പിന്നെ ചോദിച്ചാൽ പിന്നെ സാമ്പാറുണ്ട്, അവിയലുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, രസമുണ്ട്, തൈരുണ്ട്, പിന്നെ അച്ചിങ്ങ താളിച്ചത്, പിന്നെ കൂട്ടുകറി, ഓലൻ, മധുര കിച്ചടി, മോര്, അച്ചാറ്, ബീട്രൂട്ട് പച്ചടി, പിന്നെ കട്ടിപ്പരിപ്പ്, ചിപ്സ്, ചക്കര വരട്ടി, പിന്നെ കുറുക്ക് കാളൻ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, പിന്നെ തോരൻ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയെങ്കിലും എല്ലാം കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അപ്പിച്ചിയാണ് എല്ലാം വിളമ്പി ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ, അപ്പിച്ചിയാണ് വിളമ്പലിന്റെ പണിയൊക്കെ എല്ലാം ചെയ്തത് കേട്ടോ. അപ്പൊ ഓണക്കറികളെല്ലാം വെച്ചപ്പോൾ അതിന്റെ പാത്രം കണ്ടോ നിറഞ്ഞു. ഇപ്പൊ ഇത് കൂടാതെ കട്ടിപ്പരിപ്പ് കിടപ്പുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. പിന്നെ മോരും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ പച്ചമോര്, രസം, ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ പായസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളെല്ലാവരും കൂടെയാണ് കഴിച്ചത്. അപ്പൊ ഓണസദ്യ കഴിക്കുന്ന സമയത്ത് ഞങ്ങളിത് സാരിയൊക്കെ എടുത്തോണ്ട് വന്നിരുന്നാ കഴിച്ചത്. അപ്പൊ ആബുക്കുട്ടനെ ഇട്ട് എല്ലാം അവിടെ തന്നെ ഇരിക്കുവായിരുന്നു. ആബുക്കുട്ടൻ കഴിക്കുന്നില്ലായിരുന്നു. ആബുക്കുട്ടൻ അപ്പിച്ചിട്ട് മടി കയറി ഇരിക്കുവായിരുന്നു. ആബുക്കുട്ടിനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആബുക്കുട്ടിനെ പനിയൊക്കെ നിൽക്കുന്ന കാരണം ആബുക്കുട്ടിനെ ഒന്നിനും തന്നെ ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആബുക്കുട്ടന് ഒതുങ്ങിക്കൂടി അപ്പിച്ചിട്ട് മടിയിലിരിക്കുവാണേ. അപ്പൊ ആബുക്കുട്ടൻ അപ്പിച്ചിട്ട് മടിയെന്ന് മാറ്റിയെന്ന് പറഞ്ഞ് ആബുക്കുട്ടൻ പിണങ്ങി കിടക്കുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആബുക്കുട്ടനെ സോപ്പിട്ട് അപ്പിച്ച മടിയിൽ ഇരുത്തിയതിന് ശേഷം പിന്നെ അപ്പിച്ച് ചോറ് കഴിച്ചത് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ചേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. ഇത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ എല്ലാവരും കൂടെ ഓണസദ്യ കഴിച്ചെങ്കിലും നമ്മുടെ ഫാമിലി ഇവിടെ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ചില സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ എല്ലാം ഓരോ സാഹചര്യങ്ങളാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ അടുത്ത തവണ ചേട്ടനും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലും കാര്യമായിട്ടൊക്കെ ആഘോഷിക്കാനും പറ്റും. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിക്ക് ഇച്ചിരി നേരം എടുക്കുന്ന സമയമാണ് ഈ ഫുഡ് കഴിക്കല്. അതുകൊണ്ട് തന്നെ അമ്മച്ചി ഇവിടെ ഇരിപ്പുവാണേ. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.